മനോഹര ഗാനങ്ങൾ കൊണ്ട് മലയാളികളെ അതിശയിപ്പിച്ച ഗാനരചയിതാവ് ബി.ആർ. പ്രസാദിന്റെ സ്വപ്നങ്ങളിൽ വിരിഞ്ഞ കഥാപാത്രങ്ങൾ ഇനി വെള്ളി വെളിച്ചത്തിൽ എത്തും. ബി.ആർ. പ്രസാദിന്റെ മാങ്കൊമ്പിലെ കുടുംബ വീട്ടിലാണ് എഴുതി പൂർത്തിയാക്കിയ 7 തിരക്കഥകൾ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത്. കേരനിരകളും പ്രണയം നിറച്ച മഴത്തുള്ളികളും കിളിച്ചുണ്ടൻ മാമ്പഴവും കുട്ടനാടിൻ്റെ ഗ്രാമീണ ഭംഗിയും തുടങ്ങി മണ്ണും മനസ്സും വിളിച്ചോതുന്ന ബി.ആർ. പ്രസാദിൻ്റെ മധുരഗാനങ്ങൾ മാത്രമാണ് മലയാളികൾ കേട്ടിട്ടുള്ളത്. എന്നാൽ മൺമറഞ്ഞ കലാകാരൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കഥയും കഥാപാത്രങ്ങളുമാണ് ഇനി അരങ്ങിലെത്തുന്നത്. മരണത്തിന് മുൻപ് എഴുതി തിട്ടപ്പെടുത്തിയ 7 തിരക്കഥകളാണ് മങ്കൊമ്പിലെ ബി.ആർ. പ്രസാദിൻ്റെ വീട്ടിലുള്ളത്. സിനിമയോടും സാങ്കല്പിക ലോകത്തോടും അത്ര കണ്ട് ഭ്രമമില്ലായിരുന്ന ബി.ആർ. പ്രസാദിന് തിരക്കഥയെഴുത്ത് സ്വപ്നങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഭാര്യയും മകളും ഏറ്റവും ആഗ്രഹിക്കുന്നത് ആ തിരക്കഥയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. പ്രസാദിയുടെ വയ്യാതെ കിടക്കുമ്പോഴാണ് അത് ആദ്യമായിട്ട് ഫസ്റ്റ്. പക്ഷെ പ്രസാദിനെ കൊണ്ട് കാണിക്കണമെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൻ്റെ ലൊക്കേഷനൊക്കെ പ്രസാദിനും കൂടെ പോയിട്ടാണ് കണ്ടതുമൊക്കെ. പക്ഷെ അതിപ്പോൾ ഇറങ്ങുന്നു എന്ന് പറയുമ്പം പ്രസാദേട്ടൻ പോയി കഴിഞ്ഞ 1 വർഷം, ജനുവരി 4 1 വർഷമായി. അപ്പം ഈ ഫെബ്രുവരി 2 അത് റിലീസാകുന്നു. പോകണം, പിന്നെ തീർച്ചയായും. കഥയായ സമയം തൊട്ട് എല്ലാവരെ കൊണ്ടും വായിപ്പിക്കുമായിരുന്നു. നമ്മൾ വായിച്ച് കേട്ടിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു റിയലിസം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആദ്യം തൊട്ട് ചോദിക്കുമായിരുന്നു. ഇങ്ങനെ പുറകെ നടന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാണ് അത് തിരക്കഥയാക്കുന്നതൊക്കെ. ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന് പറയുന്ന ഒരു തിരക്കഥയായിരുന്നു. അത് നോവലായിട്ട് കഥയായിട്ട് ഇറങ്ങി, പിന്നെ തിരക്കഥയാക്കി. അത് സീരീസ് പോലെ പ്രസിദ്ധീകരിച്ചായിരുന്നു. കൗമുദിയിലെന്തോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് തിരക്കഥയായി. അത് മോഹൻലാൽ ചെയ്യും, ഇപ്പം ചെയ്യും എന്ന് പറഞ്ഞിരുന്നിരുന്നിരുന്ന് അതവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് നല്ലതായിട്ടൊന്ന് ആയി കാണണം എന്നൊരാഗ്രഹമുണ്ട്. അതൊരു പീരിയോഡിക് മൂവിയാണ്. നല്ല ക്യാൻവാസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രില്യൻറ്റ് മൂവി ആകാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള തിരക്കഥകളാണ് മിക്കതും ഇരിക്കുന്നത്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുവരെ നമുക്ക് അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായി വന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും നമ്മളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഭാഗമാകാൻ ഇഷ്ടമേ ഉള്ളൂ, സന്തോഷമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റും. പാട്ടെഴുതുമ്പോൾ കാണുന്ന ബി.ആർ. പ്രസാദിനെ ആയിരുന്നില്ല തിരക്കഥ എഴുതുമ്പോൾ കണ്ടിരുന്നത്. കഥ എഴുതുമ്പോൾ കഥാപാത്രമായി മാറും, കഥയുമായി ഇഴുകിച്ചേരും. അങ്ങനെ മനസ്സിലിട്ട് താലോലിച്ചെഴുതി തയ്യാറാക്കിയ തിരക്കഥകളാണ് സിനിമയ്ക്കായി കാത്തിരിക്കുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.